ഫ്രണ്ട്സ്, IOCL അഥവാ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അത്യാവശ്യം സാലറിയും അലവൻസും ഒക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മെമ്പർഷിപ്പ് എടുത്താൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്തായിട്ട് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എക്സാം അപ്ഡേഷനും അതുപോലെ വർക്ക് ഫ്രം ഹോം ജോബ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാറ്റഗറിയിലുള്ള ജോബ്സ് ഒക്കെ നമ്മൾ ഈ പറയുന്ന മെമ്പർഷിപ്പ് എടുത്ത ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. മെമ്പർഷിപ്പ് എടുത്താലായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലുപരി നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടൊക്കെ രേഖപ്പെടുത്തുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇതിൻ്റെ റിഫൈനറീസിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 20/12/2025 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നോൺ എക്സിക്യൂട്ടീവ് പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ തന്നെ വിവിധ റിഫൈനറീസിലായിട്ട് റിഫൈനറിയും കൂടെ കാണാം. ഗുവാഹത്തി, ഗുജറാത്ത്, ഹൽഡിയം എന്ന് പറഞ്ഞിട്ട് കൂടെ കാണാം, ഡിഗ്ബോയ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലയിലുള്ള വിവിധ യൂണിറ്റിലേക്കാണ്, റിഫൈനറി യൂണിറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള വേക്കൻസി ഒക്കെ കാണാം. അതിൽ നിങ്ങൾക്ക് പോസ്റ്റ് നെയിം വരുന്നത് ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഫോർ പ്രൊഡക്ഷന്. അതിൽ നിങ്ങൾക്ക് ഓരോ യൂണിറ്റ് വൈസ് വേക്കൻസീസ് ടോട്ടൽ വേക്കൻസി ഇവിടെ കാണാം, ജസ്റ്റ് നിങ്ങൾ നോക്കാം. അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഫോർ P&Uലേക്ക് നിങ്ങൾക്ക് എത്ര ഓരോ റിഫൈനറി വൈസ് വേക്കൻസി കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഒരു ഉദ്യോഗാർത്ഥിക്ക് എത്ര റിഫൈനറിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്നുണ്ട്. പിന്നെ അടുത്തത് നിങ്ങൾക്കിവിടെ കാണാം ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഫോർ P&U ആൻഡ് O&M ആണ്. ഇതിലേക്ക് നിങ്ങൾക്കിവിടെ കാണാം റിഫൈനറീസിലേക്കുള്ള ടോട്ടൽ വേക്കൻസി, റിസർവ് വേക്കൻസി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇൻ കേസ് നമുക്ക് റിസർവ് വേക്കൻസി ഇല്ലെങ്കിലും ജനറൽ വേക്കൻസി ഉണ്ടോ നോക്കുക, അതിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഫോർ ഇലക്ട്രിക്കലും ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കലും ഉണ്ട്, അതിലുള്ള വേക്കൻസികളുടെ കാണാം. ഈ ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് മെക്കാനിക്കലും ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് മെക്കാനിക്കലുണ്ട്, അതിൻ്റെ വേക്കൻസീസ് ഇവിടെ കാണാം. അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ട്, അതിൻ്റെ വേക്കൻസി ഇവിടെ കാണാം. പിന്നെ ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ് ഉണ്ട്, അതിൻ്റെ വേക്കൻസീസ് ഇവിടെ കാണാം. അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഫയർ ആൻഡ് സേഫ്റ്റി ഉണ്ട്, അതിൻ്റെ വേക്കൻസീസ് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാറ്റഗറിയിലുള്ള വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചില പോസ്റ്റിൽ PWD കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റൂല, അതുപോലെ തന്നെ ചില പോസ്റ്റിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പറയുന്ന ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസി ഏതാണെന്ന് ഞാൻ കാണിക്കാം. അത് മാത്രമല്ല PWD കാൻഡിഡേറ്റ്സിന് കൂടെ കാണാൻ പറ്റും റിസർവ് വേക്കൻസീസ്. അപ്പോൾ അതിൽ അതത് കാറ്റഗറി നോക്കിയിട്ട് അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ആ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ ഈ ടേബിളിൽ വരുന്നത് നിങ്ങൾക്ക് ഇതാ ബാക്ക്ലോഗ് വേക്കൻസി എന്ന് പറഞ്ഞ സംഭവമായിരിക്കും. അത് നിങ്ങളിവിടെ കാണാൻ അവിടെ സ്റ്റാർ ഇട്ടുണ്ട് 2 വേക്കൻസി. അതിൽ ഒരു വേക്കൻസി ST കാൻഡിഡേറ്റ്സ് ബാക്ക്ലോഗ് വേക്കൻസി എന്നാൽ മുൻപത്തെ റിക്രൂട്ട്മെന്റ് സൈക്കിളിൽ ഫില്ലാത്ത കഴിഞ്ഞ് കിടക്കുന്ന വേക്കൻസിയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് അതിലേക്ക് ST കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ, കൺഫ്യൂഷൻ അടിക്കേണ്ട. ഇനി നമ്മൾ നേരെ നോക്കുന്നത് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഫോർ പ്രൊഡക്ഷൻ 201 പോസ്റ്റ് കോഡ് വരുന്നത്. അപ്പോൾ അവിടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, 2 ഇയർ ഡ്യൂറേഷനിലൂടെ ലാറ്ററൽ എൻട്രിയിലൂടെ നിങ്ങൾ പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണൂ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവർക്ക് പറ്റുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അതെല്ലാം വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആക്കട്ടെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക. അത് കെമിക്കൽ എഞ്ചിനീയറിംഗിലോ കെമിക്കൽ ടെക്നോളജിയിലോ അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി ഫെർട്ടിലൈസറോ അല്ലെങ്കിൽ പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ പെട്രോകെമിക്കൽ ടെക്നോളജിയിലോ അല്ലെങ്കിൽ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എന്താണ് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 50% മാർക്ക് വേണം. ഈ പറയുന്ന ജനറൽ ജനറൽ EWS OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 50% മാർക്ക് വേണം. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 45% മാർക്കും മതി. ഓക്കെ, 5% റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ ഡിപ്ലോമ മാത്രം മതി, വേറെ യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. നല്ലൊരു അവസരമാണ്, മാക്സിമം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ വരുന്നൊരു കണ്ടീഷൻ എന്നാൽ BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിപ്ലോമ നിർബന്ധമില്ല, ബാച്ചിലർ ഓഫ് സയൻസ് വെച്ചിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ആർക്കാ പറ്റാന്ന് വെച്ചാൽ, നിങ്ങൾ ബാച്ചിലർ ഓഫ് സയൻസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മാത്തമാറ്റിക്സോ ഫിസിക്സോ
കെമിസ്ട്രി, ഈ 3 സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം. ഈ കെമിസ്ട്രിക്ക് പകരമായിട്ട് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി പഠിച്ചവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ BSc ഫിസിക്സ് നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ എന്താണ് മാത്തമാറ്റിക്സും പഠിക്കുന്നുണ്ട്, അതുപോലെ കെമിസ്ട്രിയും പഠിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ 3 സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ആ 3 സബ്ജക്റ്റ് നമ്മൾ ഡിഗ്രിയിൽ പഠിച്ചിരിക്കണം. ഇനി അതല്ലെങ്കിൽ നമ്മൾ എന്താണ് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിക്ക് പകരമായിട്ട് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആണെങ്കിലും പറ്റും. ഓക്കെ, അപ്പോൾ ഈ 3 സബ്ജക്റ്റ് നമ്മൾ ഓരോ സെമസ്റ്ററിലായിട്ടോ അല്ലെങ്കിൽ ഈക്വൽ വെയിറ്റേജിലോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. മിനിമം 50% മാർക്ക് വേണം. ജനറൽ EWS OBC ആണെങ്കിൽ SC ആണെങ്കിൽ 45% മാർക്ക് മതി. ഓക്കെ, അപ്പോൾ 2 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമൻ്റെത് ഞാൻ വീഡിയോയിൽ പറയും. വീഡിയോയുടെ ഇടയ്ക്കായിരിക്കും പറയാം, സ്കിപ്പ് ചെയ്യേണ്ട. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതിൻ്റെ ഓർഡർ പ്രകാരം തന്നെ പറയാം. ഇനി ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് P&U ആണ്. 202 വേക്കൻസി. പോസ്റ്റ് കോഡ്. ഇവിടെ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ തന്നെയാണ് പറയുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഓർ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അതുപോലെ ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം, അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ കൺട്രോൾ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂടെ ഒരു സാധനം പാടെ വേണം, അത് ഞാൻ പറയാം കേട്ടോ. ഒരു സംഭവം പാടെ വേണം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ BSc നിങ്ങൾ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ള രീതിയിൽ നിങ്ങൾ BSc കഴിഞ്ഞവരാണെങ്കിലോ, ഇനി മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്നുള്ള രീതിയിൽ കഴിഞ്ഞവരാണെങ്കിലോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ 2 കാര്യമാണെങ്കിലും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു സംഭവം പാടെ വേണം, അതായത് കമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് വേണം. എന്താണെന്ന് വെച്ചാൽ ബോയിലർ കമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അതായത് BCC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ സെക്കൻഡ് ക്ലാസ് ബോയിലർ കമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് സെക്കൻഡ് ക്ലാസ് ആയിരിക്കണം എന്നുള്ളതാണ് ഇതിലേക്ക് വേണ്ട ആ ഒരു കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ്. ഇനി ആ കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സർട്ടിഫിക്കറ്റും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. അത് ബോയിലർ അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ട്രേഡിലായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ബോയിലർ അറ്റൻഡൻറ്റിലുള്ള നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബോയിലർ കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് വിത്ത് സെക്കൻഡ് ക്ലാസ് എന്നുള്ളതിന് ഇക്വലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എൻഡോഴ്സ്മെൻറ്റ് അത് ഇക്വലൻ്റ് ആണ് എന്നുള്ളത് അതിലുണ്ടായിരിക്കണം. ഓക്കെ, നമ്മുടെ സർട്ടിഫിക്കറ്റിൽ അതത് എന്താണ് ഈ പറയുന്നത് കൂടെ കാണാൻ പറ്റും. ഓക്കെ, എൻഡോഴ്സ്മെൻറ്റ് ഓഫ് ഇക്വലൻസ് ടു ദ സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പറ്റൻസി ഈ പറയുന്ന അതോറിറ്റി, ബോയിലർ അതോറിറ്റി ഓഫ് സ്റ്റേറ്റ് ഓഫ് റിഫൈനറി എന്ന് പറയുന്ന, അതായത് ബോയിലർ അതോറിറ്റി ഓഫ് സ്റ്റേറ്റ് ഇഷ്യൂ ചെയ്ത ആ ഒരു വാലിഡ് ആയിട്ടുള്ള എന്ത് വേണം, ആ ഒരു അംഗീകാരമുള്ള, അതായത് നമ്മുടെ അപ്രന്റീസ്ഷിപ്പ് ആണെങ്കിലും നമുക്കതിൽ മെയിനായിട്ട് അതിൽ എന്ത് ചെയ്തിരിക്കണം, ഈ പറയുന്ന ഇക്വലൻ്റ് ആണ്, അതായത് ഈ പറയുന്ന സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻറ്റ് സർട്ടിഫിക്കറ്റിന് ഇക്വലൻ്റ് ആണെന്നുള്ളത് അതിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഈ പറയുന്ന ബോയിലർ അതോറിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ത് ചെയ്യണം, അത് ഇഷ്യൂ ചെയ്തതായിരിക്കണം. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ. അപ്പോൾ അതല്ല നമ്മളെ കയ്യിൽ ഇപ്പം എന്തുണ്ട്, ബോയിലർ അറ്റൻഡൻറ്റ് സർട്ടിഫിക്കറ്റ് അപ്രന്റീസ്ഷിപ്പിൻ്റെ ഉണ്ട്, പക്ഷെ അതിൻ്റെ എൻഡോഴ്സ്മെൻറ്റ് ഈ പറയുന്ന ഇക്വലൻ ടു സെക്കൻഡ് ക്ലാസ് ബോയിലർ എന്നുള്ളത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് ഇഷ്യൂ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ബോയിലർ കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റിന് പകരം നിങ്ങളെ കയ്യിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന നമ്മുടെ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന അത് ഈ എൻഡോഴ്സ്മെൻറ്റ് ഓഫ് ഇക്വലൻസ് ടു സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻറ്റ് സർട്ടിഫിക്കറ്റ്, അതായത് സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻറ്റ് സർട്ടിഫിക്കറ്റിന് ഇക്വലൻ്റ് ആയിട്ട് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്നതിലുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, സ്കിൽ ടെസ്റ്റ്, അതുപോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ സമയത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഉള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. മറ്റേ ഈ പറയുന്ന അതിൻ്റെ അംഗീകാരമുള്ള, അത് ഇക്വലൻ്റ് ആണെന്നുള്ള ആ ഒരു സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻറ്റ് സർട്ടിഫിക്കറ്റ് ഇക്വലൻ്റ് ആണെന്നുള്ള അപ്രന്റീസ്ഷിപ്പിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ ഉള്ളതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇനി അത് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഇക്വലൻ്റ് ആണെന്നുള്ളത് അതിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിലില്ലെങ്കിൽ, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പറയുന്ന SPPT എന്ന് പറയും, അതായത് നമ്മുടെ സ്കിൽ ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ്, അങ്ങനെയുള്ള ആ സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളെ കയ്യിലുണ്ടായാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ BSc മാത്രം വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ ബോയിലർ കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ പോലെ എന്താണ് ഇക്വലൻ്റ് ആയിട്ടുള്ള
സെക്കൻഡ് ക്ലാസ് ബോയിലർ സർട്ടിഫിക്കറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ളതായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഈ പറയുന്ന സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത് ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഡോക്യുമെൻറ്റ് ഓർ സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തേക്ക് നമ്മളത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേച്ചർ റിജക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തത് ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് 203 ഇതിലേക്ക് 3 വർഷത്തെ ഡിപ്ലോമയാണ് വേണ്ടത്. അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ കൺട്രോൾ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എന്താണ് 50% മാർക്കോട് കൂടി 3 വർഷം ഡ്യൂറേഷണൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ അവർക്ക് 45% മാർക്ക് മതി. ഇനി അടുത്ത ജൂനിയർ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കലും ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കലാണ് 204 പോസ്റ്റ് കോഡ്. ഇതിലേക്ക് 3 വർഷം ഡ്യൂറേഷണൽ ഡിപ്ലോമയാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ കൺട്രോൾ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നേരത്തെ പറഞ്ഞ പോലെ 50% മാർക്കോടുകൂടി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 45%. ഫ്രഷേഴ്സിന് ഇതിലൊന്നും എക്സ്പീരിയൻസോ മറ്റ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അടുത്ത പോസ്റ്റ് കോഡ് 205 ജൂനിയർ ടെക്നിക്കൽ മെക്കാനിക്കൽ ആണ് വരുന്നത്. ഇതിലേക്ക് 3 വർഷം ഡ്യൂറേഷനുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 3 വർഷം 50% മാർക്കാണ്. SC/ST ആണെങ്കിൽ SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 45% മതി കേട്ടോ. ഇനി അടുത്ത ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് നിങ്ങൾക്കൂടെ കാണാം. ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ 206 പോസ്റ്റ് കോഡ്. 3 വർഷം ഡ്യൂറേഷനുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞ ഏതെങ്കിലും ഡിസിപ്ലിനിൽ 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ 50% മാർക്കോട് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 45% മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ് ആണ് 207. BSc നേരത്തെ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഈ 3 സബ്ജക്റ്റ് നിങ്ങൾ BScയിൽ പഠിച്ചിരിക്കണം. ഇനി അതല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആ രീതിയിൽ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 50% മാർക്ക് വേണം. SC/ST ആണെങ്കിൽ 45% മാർക്ക് മതി. അപ്പോൾ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഫയർ ആൻഡ് സേഫ്റ്റി ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് +2 ആണ് യോഗ്യത. ഓക്കെ, പക്ഷേ +2 മാത്രം വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സബ് ഓഫീസേഴ്സ് കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം. അത് NFSC നാഗ്പൂർന്നോ അതല്ലെങ്കിൽ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയുള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബോർഡിൽ ചെയ്തതായിരിക്കണം. ഓക്കെ, അതും മാത്രം വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പ്ലസ് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. ഈ പറയുന്ന 3 കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ഫയർ ആൻഡ് സേഫ്റ്റിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ +2 പാസ്സായിരിക്കുക. പ്ലസ് എന്താണ് കോഴ്സ് സബ് ഓഫീസേഴ്സ് കോഴ്സ് ചെയ്തിരിക്കുക. അത് NFSC നാഗ്പൂർന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് സ്ഥാപനത്തു നിന്നോ ആയിരിക്കണം. അതോടൊപ്പം തന്നെ പ്ലസ് എന്താണ് വാലിഡ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടാകണം. അത് ഓക്കെ ആണോ നോക്കുക. അത് ഓക്കെ ആണെങ്കിൽ പിന്നെ അടുത്ത കണ്ടീഷൻ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഇതിന് മാത്രമേ ബാധകമുള്ളൂ കേട്ടോ. ഈ പറയുന്ന ഫയർ ആൻഡ് സേഫ്റ്റിൻ്റെതാണ് ഇപ്പം പറയുന്നത്, ബാക്കിയുള്ള പോസ്റ്റിലേക്കൊന്നല്ല. ഫയർ ആൻഡ് സേഫ്റ്റിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ടാകും, 160 മതി. ഇനി ചെസ്റ്റ് നോർമൽ 81, എക്സ്പാൻഷനിലേക്ക് വരുമ്പോൾ 86 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. വെയിറ്റ് 50 കിലോഗ്രാംസ് ഉണ്ടായിരിക്കണം. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 35 വയസ്സിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ ഏജ് എങ്കിൽ നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് ഈ പറയുന്ന 28 കഴിയാൻ പാടില്ല. 28 എന്നുള്ള ആ നമ്പർ കഴിഞ്ഞാൽ നിങ്ങളത് ക്വാളിഫിക്കേഷൻ അതായത് നിങ്ങൾ എലിജിബിൾ അല്ല എന്നുള്ളതാണ്. അതിൽ സിസ്റ്റമിക് ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് പ്രഷർ, അതുപോലെ ഹേർട്ടിൻ്റെ ഹെൽത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നോക്കും കേട്ടോ. പിന്നെ ഇവിടെ BMI ബിയോണ്ട് 30 ആണെങ്കിൽ, അതായത് 30 ആണെങ്കിലും നമ്മൾ എലിജിബിൾ അല്ല. അതായത് 35 വയസ്സിൻ്റെ മുകളിലാണെങ്കിൽ 30 വരെ നിങ്ങൾക്ക് പോകാൻ പറ്റും BMI. അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ നിങ്ങൾ എലിജിബിൾ അല്ല. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. ഇതിൽ വിഷൻ ബെറ്ററായി, അതായത് നമുക്ക് കണ്ണടൊന്നും ഉപയോഗിക്കാതെ നോർമൽ 6/6 എന്നുള്ള ആ ഒരു വിഷൻ ഉണ്ടായിരിക്കണം ഒരു കണ്ണിന്. മറ്റേ കണ്ണ് നിങ്ങൾക്ക് ഓവേഴ്സ് ഐ ആണെങ്കിൽ നിങ്ങൾക്ക് 6/12 വരെ എന്ത് ചെയ്യാണ് പറ്റും കേട്ടോ. പിന്നെ കളർ ബ്ലൈൻഡ്നെസ്സോ നൈറ്റ് ബ്ലൈൻഡ്നെസ്സോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ഫയർ ആൻഡ് സേഫ്റ്റിൻ്റെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, BE or BTech വെച്ച് ഇതിന് ഇക്വലൻ്റ് ആയിട്ട് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. തീർച്ചയായിട്ടും ഈവൻ നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ, ഇവിടെ ശ്രദ്ധിക്കാൻ, നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ, ഡിപ്ലോമയാണ് അതിൻ്റെ യോഗ്യത. പക്ഷേ നിങ്ങൾക്ക് BE അല്ലെങ്കിൽ BTech അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടോ നോക്കട്ടെ. BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ CA അല്ലെങ്കിൽ
PhD അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ LLB അല്ലെങ്കിൽ MCA, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനോ ഉണ്ടെങ്കിൽ അത് ഉയർന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് എലിജിബിൾ അല്ല. അതായത് നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ട് എന്ന് അവിടെ പറഞ്ഞിട്ടും കാര്യമില്ല. ഈവൻ നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ എനിക്ക് എന്താണ് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഞാൻ BTech കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ എനിക്ക് ഡിപ്ലോമ ഉണ്ട്, പക്ഷേ ഞാൻ BTech കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ BTech കഴിഞ്ഞത് കൊണ്ട് ഞാനിതിലേക്ക് ശരിക്കും എന്താണ് എലിജിബിൾ അല്ല. കാരണം ഡിപ്ലോമ എന്ന് പറയുന്ന ക്വാളിഫിക്കേഷനിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് ഉയർന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി അവിടെ നഷ്ടപ്പെടും. അപ്പോൾ അത് നമ്മൾ മറച്ചു വെച്ചിട്ട് അപ്ലൈ ചെയ്യാനും പറ്റില്ല. കാരണം പിന്നീട് എന്ത് ചെയ്യും, ഇതിൻ്റെ സെലക്ഷനിൽ എപ്പോഴെങ്കിലും അത് അറിഞ്ഞാൽ അതെന്ത് ചെയ്യും, ക്യാൻസലേഷൻ ആവും. നമ്മുടെ അപ്പോയിൻമെൻറ്റിൻ്റെ ഓഫർ നമുക്ക് അപ്പോയിൻമെൻറ്റ് നമുക്ക് കിട്ടില്ല, നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആയി പോകും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈവൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ നിങ്ങൾ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് എലിജിബിൾ അല്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഹയർ ക്വാളിഫിക്കേഷൻ അതർ ദാൻ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, അതായത് ഫോർ എക്സാമ്പിൾ BA MA തുടങ്ങിയിട്ടുള്ള നമ്മൾ നോർമൽ ഡിഗ്രികൾ ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അതല്ലാതെ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന BE BTech അല്ലെങ്കിൽ MBA CA CMA LLB MCA PhD പോലെയുള്ള ക്വാളിഫിക്കേഷൻ ആണോ നിങ്ങൾക്ക്, അത് ഡിപ്ലോമയാണെങ്കിലും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ BSc വെച്ച് അപ്ലൈ ചെയ്യുന്നതാണെങ്കിലും ഏതിലാണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ഉയർന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതല്ലാതെ നിങ്ങൾക്ക് എന്താണ് നോർമൽ ഗ്രാജുവേഷൻ പോലെയുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ പോലെയുള്ള ഡിഗ്രികളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ ലാറ്ററൽ എൻട്രിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്, ഡിപ്ലോമ അണ്ടർ റെക്കഗ്നൈസ്ഡ് ലാറ്ററൽ എൻട്രി സ്കീം, അതായത് +2 കഴിഞ്ഞിട്ടോ അതല്ലെങ്കിൽ ITI കഴിഞ്ഞിട്ടോ നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിറ്റ് ചെയ്ത്, അതായത് ആ രീതിയിൽ നിങ്ങൾ എന്താണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേക്ക് എലിജിബിൾ ആണ്. അപ്പോൾ 3 ഇയർ ഡ്യൂറേഷൻ എന്നുള്ളത് കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾ ITI കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടോ ലാറ്ററൽ എൻട്രിയിലൂടെ കയറിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ പെർസെൻറ്റേജ് നിങ്ങൾ കൊടുക്കേണ്ടത് 4 സെമസ്റ്ററിൻ്റെ ആണല്ലോ നിങ്ങൾക്ക് ഉണ്ടാവുക. ആ ടോട്ടൽ 4 സെമസ്റ്ററിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് എടുത്തിട്ടായിരിക്കണം നിങ്ങൾ ഓൺലൈൻ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ 50% എന്നുള്ളത് മീറ്റ് ചെയ്യണം. ആ 4 സെമസ്റ്ററിൻ്റെ നോക്കിയിട്ട് SC ആണെങ്കിൽ 45%. ഇനി SC കാൻഡിഡേറ്റ്സ്, PWD കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മാൻ, ഇവർക്കൊന്നും യാതൊരുവിധ അപേക്ഷാ ഫീസും വേണ്ട. ബാക്കിയുള്ളവർക്ക് 300 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. അത് ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റാണ് 31/12/2025 എന്ന് പറയുന്ന ഡേറ്റ് കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏജിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ GOC എലിജിബിൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് അതിൽ നമ്മുടെ ഈസി ടൂൾ ഉണ്ട്. ഈസി ടൂളിൽ ഏജ് കാൽക്കുലേറ്റർ ഉണ്ട്. അവിടെ ഈ ഡേറ്റ് ഇട്ട് കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇയർ മന്ത് ഡേ ആയിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ഏജ് ഓവർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മിനിമം 18 മാക്സിമം 26 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഈ പറയുന്ന ഡേറ്റിലേക്ക്. എന്നാൽ SC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 31 വയസ്സ് വരെ. OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ PWD കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മാൻ, ഇവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളോടെ കൊടുക്കുന്നുണ്ട്. ജനറൽ 26, SC ST 31, OBC 29, PWDയിൽ അവർക്ക് റിസർവ്ഡ് പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിലേക്കും അവർക്ക് ഏജ് റിലാക്സേഷൻ്റെ എക്സ് സർവീസ്മാൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡാണ്. സെലക്ഷൻ മെത്തേഡാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് സ്കിൽ ടെസ്റ്റ്, പ്രൊഫഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ്, ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ചായിരിക്കും കേട്ടോ. അതെല്ലാം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓരോ ഘട്ടമായിട്ട് അതിൻ്റെ ചോയ്സ് അനുസരിച്ചിട്ടായിരിക്കും, മീൻസ് അതിൻ്റെ ആ ഒരു പോസ്റ്റിനനുസരിച്ചായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ക്വാളിഫൈ നേച്ചറാണ്. അപ്പോൾ ഈ പറയുന്ന SPPT എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫൈ നേച്ചറാണ്. നമ്മളതിൽ വലിയ മാർക്ക് വാങ്ങണമെന്നൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊരു ലെവൽ ഉണ്ടാവും, അത് ജസ്റ്റ് നമ്മൾ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. എന്നാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. 100 മാർക്കാണ്. 1 മാർക്ക് ഒന്ന് ശരിയാൽ 1 മാർക്കാണ്. 120 മിനിറ്റ് ടൈംസ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇതിലെ സബ്ജക്റ്റ് നോളജ്, അതായത് നമ്മുടെ ഡിസിപ്ലിൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ 75 മാർക്കിന് വരും. പിന്നെ ന്യൂമറിക്കൽ എബിലിറ്റി 15 മാർക്ക്, ജനറൽ അവയർനെസ് 10 മാർക്ക്, ഇങ്ങനെയാണ് വരിക കേട്ടോ. ഓക്കെ, ഒരു സ്കീം അങ്ങനെയാണ്. അപ്പോൾ ആ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇനി ഇതിൻ്റെ പേ സ്കെയിലും മറ്റ് കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിക് പേക്ക് പുറമെ നമുക്ക് ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു 10, 30, 35, 40 ആ റേഞ്ചിലൊക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ, അതിൻ്റെ ബേസിക് പേ കണക്കാക്കുമ്പോൾ. അപ്പോൾ അതിന് കൂടെ DA HR ബെനിഫിറ്റ്, ഒട്ടനവധി മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ട് കുറേ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിലാക്കി വെക്കുക. യെസ്, ഇനി
ഇനി ഇവിടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് വിമൻ കാൻഡിഡേറ്റ്സിന്. അതെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന റിഫൈനറി യൂണിറ്റ് എന്ന് പറയുന്നത് ഡേഞ്ചറസ് ഓപ്പറേഷൻ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷനിങ് ആയുള്ള ഒരു സംവിധാനമാണ്. ഹസഡസ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. കാരണം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഈ പറയുന്ന കുറച്ചൊരു എന്താ കെമിക്കലും കാര്യങ്ങളും അതുപോലെ ബ്ലാസ്റ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉള്ള ഒരു സംഭവമാണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ശരിക്കും ഇപ്പോഴത്തെ ആ ഒരു സേഫ്റ്റി കണക്കാക്കിയിട്ട് അതുപോലെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് ചില കാറ്റഗറിയിലേക്ക് ഇവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് കോഡ് 204 അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം, മെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. മെയിൽ കാൻഡിഡേറ്റ്സിന് എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 204, 205, 206 മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ ബാക്കിയുള്ളതിലേക്കൊന്നും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ജനറൽ EWS OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 300 രൂപ ഫീ അടയ്ക്കണം. SC/ST PWD എക്സ് സർവീസ്മാൻ ആണെങ്കിൽ യാതൊരുവിധ ഫീസും അടയ്ക്കേണ്ട, ഓൺലൈനാണ് ഫീ അടയ്ക്കേണ്ടത്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. 20/12/2025 മുതൽ 9/1 ജനുവരി 9 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും 2026. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ വേണം, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വേണം, പിന്നെ SC/ST OBC നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ വേണം. ഇത് ഒരു വൈറ്റ് പേപ്പറിലേക്ക് നിങ്ങൾ എഴുതണം. ഇവിടെ എഴുതിയ ഇതേപോലെ ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ അങ്ങനെ ഒന്നും യൂസ് ചെയ്യരുത്. ഇതേപോലെ അതിന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേര് ഫുൾ നെയിം ചെയ്തിട്ട് ഹിയർ ബൈ ഡിക്ലെയർ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ സെൻറ്റൻസ് നിങ്ങൾ വൈറ്റ് പേപ്പറിൽ എഴുതുക. എന്നിട്ട് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ ഡയമെൻഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷയിൽ പ്രശ്നങ്ങൾ വരും. നിങ്ങൾക്ക് ടെക്നിക്കൽ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് കേട്ടോ. 9:30 to 6 PM വരെ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷണം നടത്താവുന്നതാണ്. ഇനി ഡേറ്റ് ഓഫ് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 20/12, ക്ലോസിംഗ് ഡേറ്റ് അതായത് ഫീ അടയ്ക്കേണ്ടതും അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 9/1/2026. പിന്നെ ഇതിൻ്റെ കോൾ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നത് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ 7 ദിവസം മുൻപായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മെമ്പേഴ്സ് ഓൺലിക്കായിട്ട് നമ്മൾ അപ്ഡേഷൻ ഇടാറുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ജനുവരി 2026 ലാസ്റ്റ് വീക്കിലായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഉടൻ തന്നെ എക്സാം ഉണ്ടായിരിക്കും. പിന്നെ റിസൾട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞാൽ റിസൾട്ടും പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഇനി ഇതിൻ്റെ ഫോട്ടോഗ്രാഫിൻ്റെ ഒരു ഡയമെൻഷൻ പറയുന്നുണ്ട്. റീസെൻറ്റ് പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ലൈറ്റ് കളർ ആയിരിക്കണം, വൈറ്റ് ആണ് കുറച്ചുകൂടെ നല്ലതെന്ന് അവർ പറയുന്നുണ്ട്. 200x200 പിക്സൽ ഡയമെൻഷൻ, 20 GB 50 GB എല്ലാ ഫയൽ സൈസ് ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ സ്കാൻ ചെയ്ത് ആ രീതിയിൽ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ കൂടെ ഫോട്ടോഗ്രാഫ് ക്യാപ്ചർ സംവിധാനം പാടുണ്ട്. ലൈവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. ലൈവായിട്ട് എടുക്കുമ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആകാൻ ശ്രദ്ധിക്കുക, അതാണ് കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയാലും കുഴപ്പമില്ല. പാസ്പോർട്ട് സൈസ് ഡയമെൻഷനിലുള്ള ഫോട്ടോ ആയിരിക്കണം. അപ്പം നമ്മൾ ഒരു ഫോട്ടോ പാസ്പോർട്ട് സൈസ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപ്ചർ ചെയ്യണം. വെബ് ക്യാം യൂസ് ചെയ്തിട്ട് നമ്മുടെ മൊബൈലിലെ ഫ്രണ്ട് ക്യാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഓപ്പൺ ആയിട്ട് നമ്മൾ ഇരുന്ന് അതിൻ്റെ ആ ഒരു നമ്മുടെ എന്താണ് ചെസ്റ്റ് വരെയുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മളെങ്ങനെ എടുക്കലേ ആ രീതിയിൽ തന്നെ നമ്മൾ എടുത്തിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, പിന്നെ സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്ക് കൊണ്ട് സിഗ്നേച്ചർ 150x60 പിക്സൽ ഡയമെൻഷൻ ആയിരിക്കണം. സിഗ്നേച്ചറൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വലിയ ഒരു A4 ഷീറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സൈൻ ചെയ്തു വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ സൈൻ ചെയ്തു വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യുക, കറക്റ്റ് ക്രോപ്പ് ചെയ്യണം. ഓക്കെ, ക്രോപ്പ് ചെയ്ത് ഈ ഡയമെൻഷനിൽ ക്രോപ്പ് ചെയ്തിട്ട് വേണം അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ. അതല്ലാതെ ആ മൊത്തം A4 ഷീറ്റായിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് അത് റിജക്റ്റ് ആയിപ്പോട്ടോ. അപ്പോൾ 10-20 GB ഫയൽ സൈസിൽ ഉള്ളിൽ വരണം. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ 250x250 പിക്സലായിട്ടാണ് ഡയമെൻഷൻ. അതിനൊക്കെ നമ്മുടെ ഈസി ടൂളിൽ നിങ്ങൾക്ക് സ്കാൻ എന്താണ് ചെയ്യാനുള്ള സംവിധാനങ്ങളുടെ ഈസി ടൂൾ നോക്കുക നിങ്ങൾ കേട്ടോ. പിന്നെ 20-50 GB ഫയൽ സൈസ് ആയിരിക്കണം. പിന്നെ ഡിക്ലറേഷൻ ഇപ്പോൾ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആണ് നമ്മുടെ തള്ളവിരലിൻ്റെ ആ ഒരു ഇംപ്രഷൻ നമ്മൾ പേപ്പറിലാക്കിയിട്ട് സ്കാൻ ചെയ്ത് ഇതാക്കുക. പിന്നെ ഡിക്ലറേഷൻ ഇംഗ്ലീഷിലാണ് നമ്മൾ നേരത്തെ കാണിച്ച അതേ സെൻറ്റൻസ് 800x400 പിക്സൽ ഡയമെൻഷൻ 50 KB to 100 KB ഫയൽ സൈസ്. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യം നിങ്ങൾക്ക് താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് കേരളത്തിലൊന്നുമില്ല, പിന്നെ ബാംഗ്ലൂർ ഉണ്ട്, ചെന്നൈ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, നിങ്ങൾക്ക് എവിടെയാണോ കൊടുക്കേണ്ടതനുസരിച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ IOCL നോൺ എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെന്റ് 2026 വരും. ഇല്ല താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ട് ലാസ്റ്റ് ജനുവരി 9 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏറ്റവും താഴോട്ട് വന്നാൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് കാണാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പേജ് ലോഡായി വരും. യെസ്, ഇതവിടെ കാണാം. നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഓഫ് നോൺ എക്സിക്യൂട്ടീവ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് കോമൺ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. ഇനി ഇവിടെ വന്ന റൈറ്റ് സൈഡ് ഇവിടെ കാണാം, ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കാണാം, ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം.
ആദ്യമായിട്ട് വരികയാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കൊടുക്കാം. ഇവിടെ ഹൗ ടു അപ്ലൈ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യാർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ ആദ്യം ബേസിക് ഇൻഫോ കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുക്കുക. അതിനുശേഷം എന്താണ് ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യലാണ്, മറ്റു ഡീറ്റെയിൽസ്, പ്രീവ്യൂ, ദെൻ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ്, പേയ്മെൻറ്റ്, ഇങ്ങനെ 4-5 സ്റ്റെപ്പ് വരും. അതിലൂടെ അപേക്ഷ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാവുന്നതാണ്. അതുപോലെ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഹൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യും കേട്ടോ. പിന്നെ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ചെയ്യണമെങ്കിൽ മെമ്പർഷിപ്പ് എടുത്തവർ പറയുകയാണെങ്കിൽ അതിനനുസരിച്ചും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്